2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് എത്ര ഘട്ടങ്ങളായി കേരളത്തിൽ എപ്പോൾ വിധിയെഴുത്ത് വോട്ടെണ്ണൽ എന്നിങ്ങനെ ലോകം കാത്തിരിക്കുന്ന രാജ്യം കാത്തിരിക്കുന്ന പ്രഖ്യാപനം ആണ് നടക്കാൻ പോകുന്നത്. അല്പസമയത്തിനകം തെരഞ്ഞെടുപ്പ് കമ്മീഷണർ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉൾപ്പെടെയുള്ളവർ എത്തി വാർത്താ സമ്മേളനം നടക്കും. ഡൽഹിയിൽ അതിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങൾ ഇപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്ന ഡേറ്റകൾ പ്രധാനമായും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്കടക്കം ലഭിച്ചിട്ടുള്ള വോട്ടുകൾ, വോട്ട് വിഹിതങ്ങൾ, അതിനുണ്ടാകാൻ പോകുന്ന ചാഞ്ചാട്ടങ്ങൾ. കഴിഞ്ഞ ദിവസമായിരുന്നു ന്യൂസ് 18 ഒപ്പീനിയൻ പോൾ പുറത്തുവിട്ടത്. ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ എന്തു മാറ്റമാണ് ഉണ്ടാകാൻ സാധ്യതയെന്ന് വിലയിരുത്തൽ കൂടിയായിരുന്നു അതിൽ. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് പ്രധാനപ്പെട്ട 5 സംസ്ഥാനങ്ങളാണ്. ഉത്തർപ്രദേശും മഹാരാഷ്ട്രയും പശ്ചിമ ബംഗാളും ബീഹാറും തമിഴ്നാടും. ഒരുപക്ഷെ രാജ്യത്തെ ഏറ്റവും കൂടുതലധികം ലോക്സഭാ അംഗങ്ങളെ സമ്മാനിക്കുന്ന സംസ്ഥാനങ്ങൾ ആണ് ഇത്. നമ്മൾ നേരത്തെ ഇന്ത്യയുടെ ഒരു പൊതുചിത്രം ആണ് പ്രേക്ഷകരുമായി പങ്കുവച്ചത്. 303 സീറ്റുകളുമായി നിൽക്കുന്ന BJP നേതൃത്വം നൽകുന്ന NDA സർക്കാർ, അതോടൊപ്പം തന്നെ പ്രതിപക്ഷത്ത് ഇരിക്കുന്ന കോൺഗ്രസ് പാർട്ടി അടക്കമുള്ളവരുടെ പ്രകടനം വിലയിരുത്തുമ്പോൾ പൊതുവെ UP പിടിച്ചാൽ ഇന്ത്യ പിടിക്കാം എന്നാണല്ലോ രാഷ്ട്രീയത്തിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അയോധ്യ രാമക്ഷേത്രത്തിന്റെ നിർമ്മാണം അതിവേഗം പൂർത്തിയാക്കുന്നു. അത് ട്രസ്റ്റാണ് നടത്തിയത് എങ്കിൽ പോലും അതിന്റെ അവകാശവാദം BJP നടത്തുന്നുണ്ട്. പൗരത്വ നിയമം ഇതാ നടപ്പിലാക്കുന്നു. അങ്ങനെ BJPക്ക് കഴിയുന്നത്ര സീറ്റുകൾ ഉത്തർപ്രദേശിൽ നിന്ന് പിടിക്കണമെന്ന കൃത്യമായ ഒരു ലക്ഷ്യമുണ്ട്. ആ ഡേറ്റ നമുക്ക് എങ്ങനെയാണ് പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ സാധിക്കുന്നത്? അഭിലാഷ്, നമ്മൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഓവറോൾ ചിത്രം നോക്കുകയാണെങ്കിൽ 303 സീറ്റുകളിലാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP അധികാരത്തിൽ വന്നത്. അവർക്ക് 37.41% വോട്ടുകൾ BJPക്ക് മാത്രം നേടി. പക്ഷേ ഈ 303-ൽ നിന്ന് പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പുകളിൽ മാറ്റം ഉണ്ടായി. 292-ലേക്ക് BJPയുടെ താഴ്ന്ന സാഹചര്യം ഉണ്ടായി. കോൺഗ്രസിന്റെ സമാനമായ ഒരു രീതിയിൽ കോൺഗ്രസ് 52 സീറ്റുകളിലാണ് ആദ്യഘട്ടത്തിൽ ജയിച്ചിരുന്നതെങ്കിൽ പിന്നീട് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളുമൊക്കെയായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ സീറ്റ് 49-ലേക്ക് മാറി. മറ്റ് പല കക്ഷികൾക്കും അതനുസരിച്ച് വോട്ടുകളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായി. ശിവസേന നമുക്കറിയാം സ്വാഭാവികമായി 2ആയി പിളർന്നു. NCP 2ആയി പിളർന്നു. ഒട്ടനവധി രാഷ്ട്രീയ കക്ഷികളിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഇതിന്റെ നമ്മളിപ്പോ ഒരു ഓവറോൾ തെരഞ്ഞെടുപ്പ് ചിത്രം എന്നത് ഇങ്ങനെയാണ്. അതേസമയം നമ്മൾ കഴിഞ്ഞ തവണത്തെ ഒരു അലയൻസ് ആയി നോക്കുകയാണെങ്കിൽ NDA മുന്നണിക്ക് 353 സീറ്റുകളോളം നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. 400-ലധികം എന്ന് നരേന്ദ്രമോദി പറയുന്നു. പക്ഷെ അത് ഇപ്പൊ 341-ലേക്ക് താഴ്ന്ന ഒരു സാഹചര്യമാണ് ഏറ്റവും ഒടുവിലുള്ളത്. പക്ഷെ 353 സീറ്റുകൾ NDA മുന്നണിക്ക് നേടാൻ കഴിഞ്ഞു. 47.16% വോട്ടുകളും NDA മുന്നണിക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. അതേസമയം ഇന്ത്യ അലയൻസിന് 129 സീറ്റുകൾ നേടാൻ കഴിഞ്ഞു. അത് ഇപ്പോൾ അത് ഏതാണ്ട് 119-ലേക്ക് താഴ്ന്നു കിടക്കുന്ന ഒരു സാഹചര്യമാണ്. ഇതിലൊന്നും പെടാത്ത ഒരു വിഭാഗം 61 അവരിലും പല ഏറ്റക്കുറച്ചിലുകൾ സംഭവിച്ചു. 56 സീറ്റുകളായി ഇത് മാറിയിട്ടുണ്ട്. അത് നമ്മുടെ YSR കോൺഗ്രസ് ആണ് അതിലേറ്റവും മുന്നിൽ പ്രബലർ. പിന്നെ നമ്മുടെ BJD ഉണ്ട്. അത് BJPയിലേക്ക് വരുമെന്ന് പറയാം. BSP പിന്നെ പലപ്പോഴും ഉള്ളതുപോലെ ഒറ്റയ്ക്ക് നിന്ന് അവരെങ്ങനെ പോകുന്നു. BRSും ഇപ്പോ നമ്മുടെ BJP എന്ന തരത്തിൽ ഒരു ബന്ധം ഉണ്ടാക്കിയിരിക്കുന്നു. പിന്നെ ഈ സംസ്ഥാനങ്ങളിലേക്ക് പോയാൽ അതിൽ ഏറ്റവും വലിയ സംസ്ഥാനം 80 സീറ്റുകളുള്ള ഉത്തർപ്രദേശാണ്. അത് കഴിഞ്ഞാൽ പിന്നീട് എടുത്തു പറയേണ്ടത് മഹാരാഷ്ട്രയാണ്. എന്തായാലും മഹാരാഷ്ട്രയിലെ കണക്കുകൾ പറയുന്നതിന് മുമ്പ് 64 സീറ്റുകൾ ഉണ്ട് ഇപ്പോൾ തന്നെ BJPക്ക്. അത് ഉത്തർപ്രദേശിൽ അത് 80-ലേക്ക് എത്തിക്കാൻ സാധിക്കുമോ എന്നാണ് BJPയുടെ ശ്രമം. നമ്മുടെ ഒപ്പീനിയൻ പോളിൽ 77 റൈറ്റ്. ഈ ഉത്തർപ്രദേശിന്റെ ഒരു പ്രോമിനൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇത് കാണാൻ ഉത്തർപ്രദേശ് ഒരു ബേസിക്കലി ഒരു BJP സ്റ്റേറ്റ് ആയി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഉത്തർപ്രദേശിന്റെ ഈ നോർത്തേൺ ഉത്തർപ്രദേശിന്റെ ഈ ചില ഭാഗങ്ങളിൽ മാത്രം ആണ് നമുക്ക് ഒരു നോൺ BJP സെന്റിമെന്റ്സ് കാണാൻ കഴിയുന്നത്. ഇവിടെ കൂടുതലും ഈ മുസ്ലിം പോപ്പുലേഷൻ ഓറിയന്റേഷൻ ഉള്ള ബിജ്നോർ അതുപോലുള്ള മണ്ഡലങ്ങളിൽ ആണ് ഇപ്പോ BJPക്ക് വലിയൊരു സ്വാധീനം ഉറപ്പിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായത്. അത് നാഗിന തുടങ്ങിയ മണ്ഡലങ്ങൾ. അതേസമയം 40%-ഓളമാണ് ഈ മേഖലയിൽ മുസ്ലിം സാന്നിധ്യം. അതെ, അത് നമുക്ക് വേണമെങ്കിൽ കൃത്യമായി നോക്കാം. 40% മുകളിൽ മുസ്ലിം സാന്നിധ്യമുള്ള മണ്ഡലങ്ങൾ കൃത്യമായി അഭിലാഷ് നിരീക്ഷണം ശരിയാണ്. ഇതാണ് നമ്മുടെ മാജിക് ബോളിന് ഒരുപക്ഷെ മറ്റ് ചാനലുകൾക്ക് അവകാശപ്പെടാൻ പറ്റാത്ത മാജിക് ബോളിന്റെ പ്രത്യേകത. നമ്മൾ നേരത്തെ ഏത് മേഖലയിലാണ് UP മുസ്ലിം വിഭാഗങ്ങൾക്ക് സ്വാധീനമുള്ള മേഖലയിലാണ് BJPക്ക് നഷ്ടം സംഭവിച്ചത്. കൃത്യമാണ് അതിലെ
ആ വിഷയങ്ങൾ നോക്കുകയാണെങ്കിൽ അതേ സമയത്ത് അതേപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ദളിത് ഫാക്ടർ ഒന്ന് നോക്കാവുന്നതാണ്. ഉത്തർപ്രദേശിൽ ദളിത് വിഭാഗത്തിന് കൂടുതലും സ്വാധീനമുള്ള സെൻട്രൽ ഉത്തർപ്രദേശിലാണ്. അവിടെ NDA മുന്നിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പൊ ഹിന്ദി ഹാർട്ട്ലാൻഡിൽ കാണുന്ന ഒരു വലിയ ഫിനോമിന ഷെഡ്യൂൾ ട്രൈബ്സ് അവർ കൂടുതൽ BJP ആയിട്ട് അടുക്കുന്ന വോട്ടിംഗ് അവർക്ക് സ്വാധീനമുള്ള മേഖലകളിൽ അവിടെ വിജയിക്കുന്നതിന്റെ ഒരു ഇത് കാണുന്നു. ഒരിടം മാത്രമുള്ളത് ഇത് റായ്ബറേലിയാണ്. റായ്ബറേലിയിൽ സോണിയാഗാന്ധി മത്സരിച്ച റായ്ബറേലിയിൽ ഇത്തവണ അവിടെ സാഹചര്യങ്ങൾ മാറി മറിയും എന്ന ഒരു മനു നമുക്ക് ഇനിയിപ്പോൾ വാർത്താ